Hi, welcome to CC Cyber Campus. ഞാൻ അതുല്യ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ OpenCV എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് ഒരു ഇമേജ് എങ്ങനെ ലോഡ് ചെയ്യിക്കാം, അതുപോലെ തന്നെ ആ ഇമേജിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാം, ഇമേജിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എടുക്കാം. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രേ സ്കെയിൽ ആയിട്ടായിരിക്കും വരിക. അതേപോലെ ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഇമേജിനെ എങ്ങനെ മെർജ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ OpenCVയിലുള്ള ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ ഫോൾഡർ, OpenCV ഫയൽ എന്ന് പറയുന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യാം. സോ നമ്മുടെ OpenCV ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിതിനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഈ വെൽക്കം നമുക്ക് വേണ്ട. സോ വെൽക്കം നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ main.py എന്ന് പറയുന്ന പേര് കൊടുത്തു. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫയലിൽ അപ്പോൾ നമ്മൾ OpenCVൻ്റെതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ നമുക്ക് CV2 എന്ന് പറയുന്ന ലൈബ്രറിയിൽ OpenCV ലൈബ്രറിയിലെ CV2 നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ടെർമിനലിൽ പോന്നു, പുതിയ ടെർമിനൽ എടുക്കുന്നു. അങ്ങനെ നമുക്ക് OpenCV ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. പിപ്പ് ഇൻസ്റ്റാൾ OpenCV-Python. ഓൾറെഡി ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇനി നമുക്ക് ഇമേജിനാണ് കൊടുക്കാനുള്ളത്. സോ നമുക്ക് ഇത് എവിടെയാണോ ഫോൾഡർ ഉള്ളത് ആ ഫോൾഡറിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇമേജ് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. സോ ബേർഡ് എന്ന് പറയുന്നൊരു ഇമേജാണ് ഞാൻ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഇമേജിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സോ ഇമ്പോർട്ട് CV2 ആസ് CV. നമുക്കതിന് CV വെച്ചിട്ട് കോൾ ചെയ്താൽ മതി. സോ CV. ദെൻ നമുക്ക് ആദ്യം തന്നെ ഇമേജിനെ റീഡ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് img ആണ്. സോ img is equal to CV.im read bird.jpg. അപ്പം നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം, റീഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഷോ ചെയ്യണം. ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് im_show എന്ന് പറഞ്ഞ് കൊടുക്കാം. ദെൻ im_showയിൽ എന്താണ് നമ്മുടെ കൊടുക്കുന്നതിൻ്റെ പേര്, സോ അത് മെൻഷൻ ചെയ്യണം. ഇവിടെ ഞാൻ ഇമേജ് എന്നാണ് കൊടുക്കുന്നത്. ആ പാനലിൽ img വരണം. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ജസ്റ്റ് വിൻഡോ പോയി വരികയുള്ളൂ. അപ്പോൾ നമുക്കതൊരു വെയിറ്റ്, എത്ര മില്ലി സെക്കൻഡ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതുകൊണ്ട് CV.wait കീ കൊടുക്കണം. വെയിറ്റ് കീ നമുക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്ന 0 വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും വിൻഡോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാത്രം പോയാൽ മതി. സോ ഓൾ വിൻഡോ ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സേവ് ചെയ്യുന്നു. ദെൻ Python main.py. ഓക്കെ, ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, അപ്പോൾ നമുക്ക് 3 വേരിയബിളിലേക്ക് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. BGR എന്ന് പറഞ്ഞിട്ട് CV.split ഓഫ് img. അപ്പം നമ്മുടെ ഏതിൽ വന്നിട്ടുണ്ടാവും, BGR എന്ന് പറഞ്ഞിട്ടുള്ള 3 വേരിയബിളിലേക്ക് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് 3 വിൻഡോ ആയിട്ട് നമുക്ക് ഷോ ചെയ്യണം. സോ ഞാൻ ഈ സെയിം കോഡ് എടുക്കുന്നു. Control V.
കൺട്രോൾ വി. then ആദ്യത്തേത് നമുക്ക് ബി എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ്. സോ ബ്ലൂ ബി. അതേപോലെ ഗ്രീൻ പാനലാണ്. സോ ഗ്രീൻ കൊടുക്കുന്നു. ജി. റെഡ് പാനൽ റെഡ് കൊടുക്കുന്നു. ആർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ആയതെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സേവ് ചെയ്യാം. നമുക്കൊന്നും കൂടി ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നമ്മളെപ്പോഴും സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഗ്രേ സ്കെയിലിൻ്റെ കോമ്പിനേഷനാണ് വരിക. അപ്പോൾ നമ്മുടെ റെഡിൻ്റെത്, അതുപോലെ തന്നെ ബ്ലൂ, അതേപോലെ ഗ്രീൻ, ഈ 3 രീതിയിലേക്ക് നമ്മുടെ ഒരു ഇമേജ് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ 3 ഇമേജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് OpenCV യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് സംഭവിക്കുന്നത്. ഇനി നമുക്കിതിനെ മെർജ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. മെർജ് ചെയ്യാൻ നമ്മൾ ഈ ഒരു BGRൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് പുതിയൊരു വേരിയബിളിലേക്ക് എടുക്കാം. img2 എന്ന് പറഞ്ഞു കൊടുക്കാം. then img2 equal to cv dot merge of നമുക്ക് r, b, g, r. നമ്മൾ 3 വേരിയബിളിനെയും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ഷോ ചെയ്യണം. സോ മെർജഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഷോ ചെയ്യിക്കാം. മെർജഡ് img2ലാണുള്ളത്. സോ img2 കൊടുക്കാം. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കൂ, ഈ മെർജഡ് ഇമേജ് ഒറിജിനൽ പോലെ തന്നെ അല്ലേ? അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു? മെർജ് ചെയ്യുകയും ചെയ്തു. ഇതിപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് BGR എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. നമുക്കതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ BGR എന്ന് പറയുന്ന കോമ്പിനേഷൻ മാറ്റിയിട്ട് ഞാൻ RGB എന്നാണ് കൊടുക്കുന്നത് എങ്കിൽ കണ്ടോ, ഇപ്പം നമുക്ക് വന്നിട്ടുള്ള മെർജഡ് ഇമേജ് എന്ന് പറയുന്നത് വേറൊരു ഇമേജാണ് അല്ലേ? അപ്പം എപ്പോഴും OpenCVയിൽ നമ്മൾ BGR എന്ന് പറയുന്ന കോമ്പിനേഷനിലാണ് നമ്മൾ എടുക്കുക, RGB അല്ല. അപ്പോൾ നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഇമേജസ് കമ്പൈൻ ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇത്രയും ലൈൻ ഓഫ് കോഡ് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഇമേജിനെ സ്പ്ലിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇമേജിനെ കമ്പൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ടാണല്ലേ ഇമേജിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു OpenCV ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് CC സൈബർ ക്യാമ്പസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒട്ടനവധി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്